നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. നേരത്തെയുള്ള ക്ലാസ്സുകളിൽ, നേരത്തെയുള്ള വീഡിയോസിൽ നമ്മൾ ഭരതനാട്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള അടവുകളായ തട്ടടവ്, നാട്ടടവ്, അതുപോലെ പരവലടവ്, കുതിത്തമിട്ടടവ്, ഇത്തരം അടവുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് പഞ്ചനടയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഞ്ചനട അല്ലെങ്കിൽ പഞ്ചജാതി, പേരിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ 5 എണ്ണമാണുള്ളത്. സപ്തതാളങ്ങൾക്കൊപ്പം ഈ പഞ്ചനടയും കൂടെ ചേർന്നാണ് 35 താളങ്ങൾ ഉണ്ടാവുന്നത്. പഞ്ചനടയിൽ ആദ്യം തിസ്രം, അതായത് പഞ്ചനട എന്ന് പറഞ്ഞാൽ തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം, ഇങ്ങനെയാണ് പഞ്ചജാതികൾ പോകുന്നത്. അപ്പോ പഞ്ചനടയിൽ ഒന്നാമത്തേത് തിസ്രം. തിസ്രത്തിന്റെ അക്ഷരകാലം എന്ന് പറഞ്ഞാൽ ത കി ട, തക്കിട്ട എന്നാണ് തിസ്രത്തിന്റെ അക്ഷരകാലം. അതായത് 3 ത കി ട തിസ്രം. ഇനി അടുത്തത് ചതുരസ്രം. ചതുരസ്രത്തിന്റെ വരുമ്പോ 4 അക്ഷരകാലം 4 തക്ക ധീമീന്ന്, ത ക ധീമി ചതുരസ്രം. ഇനി അടുത്തത് വരുന്നത് ഖണ്ഡം. ഖണ്ഡത്തിന് അക്ഷരകാലം 5 അക്ഷരാണുള്ളത്. ചൊല്ലുന്നത് ത ക ത കി ട, തക്ക തക്കിട്ട. അങ്ങനെ 5 അക്ഷരം ഖണ്ഡത്തിന്. അടുത്തത് മിശ്രം. മിശ്രത്തിന് 7 അക്ഷരാണുള്ളത്. അത് ചെയ്യുന്നത് ത കി ട, ത ക ധിമി, അങ്ങനെ 7 എണ്ണം. തക്കിട്ട തക്ക ധിമീന്ന്. അടുത്തത് സങ്കീർണം. സങ്കീർണത്തിന്റെ 9 അക്ഷരാണുള്ളത്. ചൊല്ലി വരുന്നത് ത ക ധിമി, ത ക ത കി ട, 9 അക്ഷരം. തക്ക ധിമി തക്ക തക്കിട്ട. അങ്ങനെയാണ് പഞ്ചജാതി വരുന്നത്. അതായത് തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. 3, 4, 5, 7, 9. അങ്ങനെയാണ് പഞ്ചജാതി ഉള്ളത്. പഞ്ചജാതി അല്ലെങ്കിൽ പഞ്ചനട. നമ്മളൊരു ഭരതനാട്യ ഐറ്റം അല്ലെങ്കിൽ ഏതൊരു അടവ് ചെയ്യുമ്പോൾ, അടവല്ല, ഏതൊരു ഐറ്റം എടുത്ത് ചെയ്യുമ്പോഴും ഇതിലൊരെണ്ണം അതിനകത്ത് ഉറപ്പായിട്ടും വരും. അപ്പോ ഒരു ഡാൻസ് പഠിക്കുന്നവര് അല്ലെങ്കിൽ ഒരു ഐറ്റം പഠിക്കുന്നവര് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് പഞ്ചജാതി, പഞ്ചനട. നമുക്കിനി അത് എങ്ങനെ ചെയ്യാമെന്നും കൂടെ നോക്കാം. നമ്മൾ ഈ അടവിന് തട്ടിമെട്ടടവ് എന്ന് പറയും. അതായത് തട്ടിയിട്ട് കാലിങ്ങനെ ചവിട്ടി, അതായത് തട്ടിയിട്ട് മെട്ടി ഇങ്ങനെ കുത്തി വെക്കുക, അതിനെയാണ് തട്ടിമെട്ട്. അതുകൊണ്ടാണ് തട്ടിമെട്ടടവെന്നും കൂടെ ഇതിന് പേരുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പം, അടവ് ചെയ്യുമ്പോൾ കാലിങ്ങനെ എൽ ഷേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ് കാല് നേരെയും ലെഫ്റ്റ് കാല് ഇങ്ങനെ ചെരിച്ചു, ആലീടം എന്ന് പറയും ഈ പൊസിഷന്. അങ്ങനെ വെച്ചാണ് നമ്മൾ തട്ടിമെട്ടടവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഞ്ചനട ചെയ്യുന്നത്. ഒന്നാമത്തെ പഞ്ചനട, അതായത് തിസ്രം, എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം കാലിങ്ങനെ വെച്ച് ത കി ട, ആദ്യത്തെ കാല് നേരെ ചവിട്ടുന്നു. രണ്ടാമത്തെ കി ടായ്ക്ക് കുത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. അങ്ങനെയാണ് തക്കിട്ട എന്ന് ചവിട്ടുന്നത്. ഒന്നുകൂടെ നോക്കാം. ത കി ട, ത കി ട. രണ്ടാം സ്പീഡിൽ വരുമ്പോൾ ത കി ട, ത കി ട, തക്കിട്ട 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 തക്കിട്ട. ഇങ്ങനെയാണ് തിസ്രം ചെയ്യുന്നത്, തക്കിട്ട. ഇനി അടുത്തത് ചതുരസ്രം. ചതുരസ്രത്തിന്റെ അക്ഷരകാലം 4 തക്കധിമി. എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം താന്ന് ചവിട്ടുക, ത, പിന്നെ വിരലില് ഊന്നി ഉപ്പൂറ്റി പൊക്കി ക, പിന്നെ ധി മി, അതായത് ത ക ധി മി. ഇങ്ങനെയാണ് തക്കധിമി ചതുരസ്രം ചവിട്ടുന്നത്. ഒന്നാം കാലം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ത ക ധി മി, ത ക ധി മി. രണ്ടാം കാലം ത ക ധി മി, ത
ക ധീമി. മൂന്നാം കാലം ത ക ധീമി ത ക ധീമി ത ക ധീമി ത. ഇങ്ങനെയാണ് ചതുരസ്രം ചെയ്യുന്നത്. അടുത്തത് ഖണ്ഡം. ഖണ്ഡത്തിന്റെ അക്ഷരകാലം തക തക്കിട്ട 5 അക്ഷരം എങ്ങനെ ചെയ്യണം നോക്കാം. ത ക ത കി ട. ആദ്യം തക്ക എന്ന് പറയുമ്പോൾ ഒരു ചവിട്ട് മാത്രം. ത ക ത കി ട. മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കാം. ത ക ത കി ട 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 ത ഗ ത കി ട ത ഗ ത കി ട ത ഗ ത കി ട. ഇങ്ങനെയാണ് ഖണ്ഡം ചെയ്യുന്നത്. അപ്പം നമ്മൾ തിസ്രം, ചതുരസ്രം, ഖണ്ഡം ചെയ്തു. ഇനി അടുത്തത് മിശ്രം. മിശ്രത്തിന്റെ 7 അക്ഷരകാലം. തക്കിട്ട തക്കധിമി. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ ആദ്യത്തെ തക്കിട്ടയും തക്കധിമിയും കൂടെ ചേർത്താൽ മിശ്രമായി. നോക്കാം. ആദ്യം തക്കിട്ട തക്കധിമി. തക്കിട്ട എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ത കി ട. ഇങ്ങനെ തക്കിട്ട. തക്കധിമി ത ക ധി മി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് മിശ്രം. ത കി ട ത ക ധി മി 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 ത കി ട ത ക ധി മി. അങ്ങനെ നമ്മൾ മിശ്രം ചെയ്യും. ഇനിയുള്ളത് സങ്കീർണം. സങ്കീർണത്തിന്റെ അക്ഷരകാലം 9. എന്തായിരുന്നു? തക്ക ധിമി തക്ക തക്കിട്ട. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ സങ്കീർണാവും. തക്ക ധിമി തക്ക തക്കിട്ട. എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ത ക ധി മി. പിന്നെ തക ത കി ട. ഇത് രണ്ടും കൂടെ ചേർന്നാണ് സങ്കീർണം. എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ത ക ധി മി തക ത കി ട 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 ത ക ധി മി തക ത കി ട. ഇങ്ങനെ നമ്മൾ സങ്കീർണം ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്തു കണ്ടത് പഞ്ചജാതിയാണ്, അല്ലെങ്കിൽ പഞ്ചനട, അല്ലെങ്കിൽ തട്ടിമട്ടടവ്, തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. നൃത്തം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന, ആവശ്യം വരുന്ന ഒരടവാണിത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോകൾക്ക് നിങ്ങൾ ഇതുവരെ തന്നിരുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. തുടർന്നും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.